ഇനി നമുക്ക് ഈ ചൂട്ടത്ത് കഴിക്കാൻ പറ്റിയ നല്ല തണുത്ത യമ്മിയായിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് ചിരകിയ നാളികേരം, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ നമുക്ക് നാളികേര പാല് പിഴിഞ്ഞെടുക്കാനാണ്. ഒരു വേറെ ബൗളിലേക്ക് നന്നായി അരിപ്പൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് പാല് മാറ്റി വയ്ക്കാം. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ. ആ ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സി ജാർ എടുക്കാം കേട്ടോ. ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം നന്നായി, കുറച്ചും കൂടി നല്ല ടെക്സ്ചർ നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിന് കിട്ടും. ഇനി ഇതിലേക്ക് ബീറ്റ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് ഫ്രഷ് ക്രീം, സാധാരണ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ്, അതായത് 125 മില്ലിലിറ്ററും പിന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 4 ടീസ്പൂൺ നിറച്ച് തന്നെ കൊക്കോ പൗഡർ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലേക്ക്, ബൗളിൽ സൈഡിലേക്കൊക്കെ തെറിച്ചതൊക്കെ അതിലേക്ക് തന്നെ വടിച്ചിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒരു 30 സെക്കൻഡിൽ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ഒന്നും വേറെ ചേർക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, അതിൻ്റെ ആ തനതായിട്ടുള്ള നാളികേരത്തിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് കൂടി വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റാണ്. ചേർക്കണം എന്നൊന്നുമില്ല. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എസൻസ് 1/2 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ ഇത് മൗൾഡിലേക്ക് ഒഴിക്കണതിൻ്റെ ഇടയിൽ തോന്നി ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കറുമുറാന്ന് കഴിക്കാൻ കിട്ടിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ പ്ലെയിനായിട്ട് കോൺഫ്ലേക്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് കൈകൊണ്ട് കുറച്ച് പൊടിച്ചിട്ട് ഞാനൊരു 2 കപ്പിലിട്ട് കൊടുത്തു. എല്ലാത്തിലും ഇടാൻ നിന്നില്ല, ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലോ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ഫ്രീസ് ചെയ്യാൻ വെച്ചത് കേട്ടോ. ഇപ്പോൾ പരന്ന പാത്രം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പരന്ന പാത്രത്തിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിക്കിന് വലിപ്പം കൂടിയ കാരണം മൂടി വയ്ക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാനിത് അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്തു. നല്ലോണം സെറ്റാവണം. നല്ലതായി സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡീമോൾഡ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. നമുക്കൊരു ബൗളിലേക്ക് നിറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് ഇതൊരു 2-3 മുക്ക് മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിരിച്ച് കഴിഞ്ഞാൽ അതിങ്ങോട്ട് പോരും. അപ്പോൾ നമ്മുടെ ആ ഫ്ലേക്സ് ഇട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്ന ഫ്ലേക്സൊക്കെ, മുങ്ങി നിന്ന ഫ്ലേക്സൊക്കെ സോഫ്റ്റായിരുന്നു, ക്രിസ്പായി ഉണ്ടായിരുന്നില്ല. പുറമെ നിൽക്കുന്നതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല കിടിലൻ ടേസ്റ്റാണ്, നല്ല ടെക്സ്ചറായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ്. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം.